അങ്ങനെ ചരിത്രത്തിൽ അപൂർവതകൾ സംഭവിക്കുകയാണ്. സാധാരണയായി ഇവിടെ സീനിയോറിറ്റി നോക്കിയാണ് DGPയും ചീഫ് സെക്രട്ടറിമാരും വരുന്നത്. ഇപ്പോഴിരിക്കുന്ന ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയത് സീനിയോറിറ്റി വന്നിട്ടാണ്. സീനിയോറിറ്റി മറികടന്നിരുന്നുവെങ്കിൽ KR ജ്യോതിലാൽ IAS ചീഫ് സെക്രട്ടറി ആകുമായിരുന്നു എന്ന് വാർത്ത പ്രിൻ്റ് മീഡിയയിലും അല്ലാത്ത മീഡിയയിലും നമ്മളൊക്കെ ചെയ്തിരുന്നു. കാരണം അങ്ങനെ ഒരു വാർത്ത കേരളത്തിൽ ശക്തമായി കറങ്ങിയിരുന്നു. KR ജ്യോതിലാൽ തൊട്ട് ജൂനിയർ ആണെങ്കിലും തൊട്ടടുത്ത സീനിയറാണ്, തൊട്ട് ജൂനിയറല്ല തൊട്ടടുത്ത സീനിയർ ആണെങ്കിലും ഏറ്റവും സീനിയറിനെ ഓവർടേക്ക് ചെയ്ത് കൊടുക്കും എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ അത് നടന്നില്ല. ചീഫ് സെക്രട്ടറിയുടെ കാര്യത്തിൽ നടന്നില്ല. എന്നാൽ MR അജിത് കുമാറിൻ്റെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ഈ MR അജിത് കുമാറിനെയും എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. ഈ ശ്രീജിത്ത് DGP ആകാൻ പോകുന്ന ശ്രീജിത്തിനെയും പരിചയമുണ്ട്. ശ്രീജിത്ത് IPSനെയും പരിചയമുണ്ട്. അവർ തമ്മിൽ ഒരു വർഷത്തെ വ്യത്യാസമാണുള്ളത്. 95, 96 ബാച്ച്. 95 ബാച്ചിലെ അജിത് കുമാറിനും ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിലുള്ള മറ്റൊരു വ്യക്തിക്കുമാണ് സീനിയോറിറ്റി. പക്ഷേ ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിലുള്ള ആൾ ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ സീനിയോറിറ്റി 95 സീനിയോറിറ്റിയാണ് വെച്ച് നോക്കുമ്പോൾ. 96 വിജയ് സാക്കറയും ശ്രീജിത്തും ശ്രീജിത്തും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടുപേര് വന്നപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സ്ക്രീനിങ് കമ്മിറ്റി ഈ രണ്ട് പേരിൽ പിന്നെ അവരുടെ വിജിലൻസ് കേസ്, അവരുടെ മറ്റ് പശ്ചാത്തലം, അവർക്ക് കിട്ടിയിട്ടുള്ള പദവികൾ, അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റ് അവാർഡുകൾ, അവരുടെ മൊത്തം പെർഫോമൻസ് ഇതെല്ലാം നോക്കുമല്ലോ. കാരണം DGP റാങ്ക് എന്ന് പറഞ്ഞാൽ വലിയ റാങ്കാണല്ലോ. DGP റാങ്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇതെല്ലാം നോക്കും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ശ്രീജിത്ത് IPSനെയാണ് DGP റാങ്കിലേക്ക് ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്യാബിനറ്റ് അത് അംഗീകരിച്ചാൽ രണ്ടാണ് വെടി. ഒന്ന്, ശ്രീജിത്ത് ഒരു സീനിയർ ഒരു ഓഫീസറെ വിട്ടിട്ട് തൊട്ട് ജൂനിയർ ആയിട്ടുള്ളൊരു ഓഫീസർ, അതായത് സെക്കൻഡ് സീനിയർ ആയിട്ടുള്ള ഓഫീസർ, ഈ ജൂനിയർ എന്ന് കേട്ടാൽ അത് നെഗറ്റീവ് ഇതാണ്, സെക്കൻഡ് സീനിയർ ആയിട്ടുള്ള ആൾ DGP ആവുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും ഇതിനു മുമ്പ് ആയിട്ടുണ്ട് പല സ്ഥലം. പക്ഷേ സ്വാഭാവികമായിട്ടും DGP ആക്കുന്നത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളെയാണ് ആക്കുന്നത്. പക്ഷേ അജിത് കുമാർ IPSനെതിരെ ശക്തമായ എതിർപ്പാണ് ആഭ്യന്തരമന്ത്രിക്കുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ MLA മാർക്കുണ്ട്, യൂത്ത് കോൺഗ്രസ് ആയിട്ടുള്ള തോമസിനെ പോലുള്ള MLA മാർക്കുണ്ട്. ശക്തമായ എതിർപ്പാണ് അജിത് കുമാറിനെതിരെയുള്ളത്. അതിനേക്കാൾ ശക്തമായി PV അൻവർ രംഗത്തുണ്ട്. പിണറായി വിജയൻ്റെ കാലത്ത് P ശശിയുമായി പിണറായി വിജയൻ്റെ വകുപ്പിലെ മുഖ്യമന്ത്രി ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന P ശശി, കണ്ണൂരിലുള്ള P ശശിയുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഒരുപാട് അനാവശ്യങ്ങൾ കാണിച്ചു. അക്കൂട്ടത്തിലൊരു അനാവശ്യമാണ് ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തന സമരത്തിനെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ കാരവൻ വാഹനത്തിനെതിരെ കരിങ്കൊടി കാണിച്ച രണ്ടുപേരെ ഗൺമാന്മാർ വന്ന് തല്ലിയപ്പോൾ അത് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി തല്ലിയതാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന റിപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി, അങ്ങനെയല്ല സംഭവിച്ചത്, ഗൺമാന്മാർ ചെയ്ത തെറ്റാണെന്ന് വന്ന താഴെ നിന്നുള്ള റിപ്പോർട്ടിനെ ADGP നേരിട്ട് ഓഫീസിൽ വിളിച്ചു വരുത്തി ആ റിപ്പോർട്ട് തിരുത്തി എന്നാണ് കേസ്. അപ്പോൾ വളരെ ഗുരുതരമായൊരു കേസാണ്. താഴെ നിന്ന് വന്നൊരു FIRനെ, തെറ്റുണ്ടെന്ന് പറഞ്ഞൊരു FIRനെ തെറ്റില്ല എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ തിരുത്തിയാൽ അത് വലിയ കുറ്റമാണ്. പ്രത്യേകിച്ച് ADGP റാങ്കിലുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുറ്റമാണ്. ഇന്നലെ CITയിൽ പോയിരുന്നു, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ അജിത് കുമാർ പോയിരുന്നു. 3 മണിക്കൂറാണ് വാദം കേട്ടത് അവർ. കാരണം ഇന്നത്തെ ക്യാബിനറ്റിന് മുമ്പേ തീരുമാനം വേണമല്ലോ. ഇന്നിപ്പോൾ ശ്രീജിത്തിനെ തീരുമാനിച്ചാൽ പിന്നെ അജിത്തിന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ CIT പറഞ്ഞത്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പറഞ്ഞത്, അജിത് കുമാർ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു വരുത്തി തിരുത്തിയത്, അതിൻ്റെ റെക്കോർഡുണ്ടല്ലോ. വാട്ട് ഈസ് ഹിസ് മോട്ടിവേഷൻ, എന്താണ് മോട്ടിവേഷൻ, പൊളിറ്റിക്കലാണോ ബയാസ്ഡ് ആണോ, അത് പറയാൻ പറ്റുന്നില്ല അജിത് കുമാറിൻ്റെ വക്കീലിന്. അങ്ങനെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ കേസ് തള്ളി, സ്റ്റേ ഇല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അജിത് കുമാർ വാദിച്ച മറ്റൊരു വാദം, അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ ഉള്ള അധികാരം ചീഫ് സെക്രട്ടറിയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. ഗവർണർക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി, അങ്ങനെയുള്ള സാധാരണ ഗവർണറിൻ്റെ ഉത്തരവിൻ പ്രകാരം ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഉത്തരവുകൾ ഇറങ്ങുന്നത്.
പക്ഷെ അത് തെറ്റാണ്. GAD ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണ് എല്ലാവരുടെയും നോക്കേണ്ടത്. അത് മുഖ്യമന്ത്രിയാണ് അതിൻ്റെ മന്ത്രി. അതുകൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിറക്കണം എന്നുള്ളതായിരുന്നു അജിത്തിൻ്റെ ഒരു ടേക്ക്. പക്ഷെ അത് CAT അഡ്മിറ്റ് ചെയ്തില്ല. അവർ പറഞ്ഞു ചീഫ് സെക്രട്ടറി ഇറക്കുന്ന ഉത്തരവുകളും പക്കയാണ്, അതിനകത്ത് കാര്യമൊന്നുമില്ല. ചീഫ് സെക്രട്ടറിക്കും ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള കേരള സർക്കാരിൻ്റെ വാദത്തെ CAT അംഗീകരിച്ചു. അപ്പോൾ ചുരുക്കത്തിൽ വളരെ കൃത്യമായി ശ്രീജിത്ത് IPS ചീഫ് DGP റാങ്കിലേക്ക് വരികയും അജിത് കുമാർ IPS DGP റാങ്കിലില്ലാതെ സസ്പെൻഷനിൽ നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇന്നത്തെ ക്യാബിനറ്റ് അംഗീകരിച്ചാൽ ഇനി ആരാണ് ശ്രീജിത്ത് IPS എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഫെമിലിയർ ആകുന്ന മുഖം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെടുത്തി അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം അന്ന് ഈ സ്ത്രീകളെ ശബരിമലയെ കയറ്റുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സമരം നടക്കുമ്പോൾ ശബരിമല ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. നിരവധി തവണ ശബരിമല ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ് ശ്രീജിത്ത്. നല്ല ഗായകനാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. മോട്ടിവേഷൻ സ്പീക്കറാണ്. പാട്ട് പാടുന്ന ആളാണ്. ഈ ശബരിമലത്തെ ഈ പറഞ്ഞ പിന്നെ കേസിൽ അവിടുത്തെ സ്ത്രീകളെ കയറ്റണം എന്നുള്ള ഒരു വിധി വന്നപ്പോൾ അതിന് സർക്കാരിൻ്റെ നടപടികളെ ചെയ്യാൻ അന്ന് ചുമതലപ്പെട്ട ഒരു ഓഫീസർ കൂടിയായിരുന്നു. പിന്നെ ശബരിമലയിലെ ഭക്തനാണ്, ഗുരുവായൂർ ഭക്തനാണ്, ഭയങ്കര വിശ്വാസിയാണ്, കടുത്ത വിശ്വാസിയാണ്. എന്തായാലും DGP ആവുകയാണ്. 95കാരനെ ആയ ആൾ സസ്പെൻഷനിലായപ്പോൾ 96കാരനായ ആൾ DGP ആവുന്നു. വിജയ സാക്കറെ എന്നും ഒരാൾ കൂടി ഉണ്ട്. വേറൊരു പുരോഹിതൻ എന്ന് പറഞ്ഞ് മറ്റൊരാളുണ്ട്, അദ്ദേഹം ഡൽഹിയിലാണ്. അല്ലെങ്കിൽ അദ്ദേഹം ആകുമായിരുന്നു. 95 ബാച്ചുകാരൻ തന്നെ ഒരാൾ ഡൽഹിയിലാണ്, ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ട് വരുന്നില്ല. അദ്ദേഹം ഹയർ പോസ്റ്റിലാണ് ഇരിക്കുന്നത്, ഇങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം ആകില്ലായിരുന്നു. എന്തായാലും 2 പേരെ ഓട് മത്സരിച്ചിട്ടാണ് ശ്രീജിത്ത് IPS DGP ആകുന്നത്. അങ്ങനെ അജിത് കുമാർ IPSന് ഒരാളിൻ്റെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മോഹമാണ് DGP. ഒരു IPSകാരൻ്റെ ഏറ്റവും വലിയ മോഹമാണ് DGP ആവുക. ഒരു IASകാരൻ്റെ ഏറ്റവും വലിയ മോഹമാണ് ചീഫ് സെക്രട്ടറി ആവുക. അങ്ങനെ അജിത്തിൻ്റെ മോഹം തൽക്കാലം പൊലിഞ്ഞിരിക്കുകയാണ്. ഇതാണ് രാഷ്ട്രീയം. ഇത് മനസ്സിലാക്കി വേണം എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ പ്രവർത്തിക്കുവാൻ.